ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരണമേ. ആമേൻ. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ക്രിസ്തുവിനെ തൻ്റെ മഹത്വത്തിൽ വെളിപ്പെടുത്തുന്ന വെളിപ്പാട് പുസ്തകം ഒരു പ്രവചന പുസ്തകമാണ്. വെളിപ്പാട് 4-ാം അധ്യായത്തിൽ സ്വർഗത്തിലെ തുറന്ന വാതിലിലൂടെ ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന ദൈവശബ്ദം കേട്ട് ആത്മവ്യവശനായി സ്വർഗത്തിലെ അതിഗംഭീരമായ കാഴ്ചകൾ കാണുന്ന വിശുദ്ധ യോഹന്നാനെയാണ് നാം കാണുന്നത്. സ്വർഗസിംഹാസനത്തിലിരിക്കുന്ന ത്രിയേക ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന പഴയ പുതിയ നിയമ സഭകളെ പ്രതിനിധീകരിക്കുന്ന 24 മൂപ്പന്മാരെയും ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന 4 ജീവികളെയും നാം അവിടെ കാണുന്നു. ആ ജീവികൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ 24 മൂപ്പന്മാർ അവരുടെ പ്രതിഫല കിരീടങ്ങൾ താഴെ വെച്ച് അവരുടെ സൃഷ്ടാവിനെ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ മനോഹരമായ രംഗം തന്നെയാണ് ഈ 5-ാം അധ്യായത്തിലും നാം കാണുന്നത്. വെളിപ്പാടിലെ ഈ 5-ാമത്തെ ചാപ്റ്റർ വളരെ കാതലായ ഒരു അധ്യായമാണ്. ഇത് മനസ്സിലാക്കാതെ ബാക്കിയുള്ള അധ്യായങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ പറ്റുകയില്ല. നമുക്ക് 1-ാമത്തെ വാക്യം വായിക്കാം. റെവലേഷൻ 5:1. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. അതിമഹത്വത്തിൽ സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലത്തുകൈയിൽ പിടിച്ചിരിക്കുന്ന 2 വശവും എഴുതിയ 7 മുദ്രകളുള്ള ഒരു പുസ്തക ചുരുൾ ഇവിടെ നാം കാണുന്നു. 1st സെഞ്ച്വറി ഇറായിൽ പാപ്പിറസ് റോൾസ് ആയിരുന്നു പുസ്തകങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചിരുന്നത്. പുരാതന ഗ്രീക്ക് സംസ്കാരത്തിൽ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് സീൽ ചെയ്തിരുന്നു. 7 മുദ്രയാൽ സീൽ ചെയ്തിരിക്കുന്ന ഈ പുസ്തക ചുരുൾ അതിപ്രധാനമായ ഒരു ഡോക്യുമെൻ്റാണ് എന്നുള്ളതിന് സംശയമില്ല. ഹിയർ ദ നമ്പർ 7 സിംബലൈസ് കംപ്ലീറ്റ്നെസ്, പെർഫെക്ഷൻ ആൻഡ് ഡിവൈൻ അതോറിറ്റി. ഹിയർ ദ 7 seals symbolizes God's judgments as perfect. Also, the scroll symbolizes God's judgment of sin and wickedness. തൻ്റെ സഭയെ സ്വർഗത്തിൽ തൻ്റെ സമീപം ചേർത്തുകൊണ്ട ശേഷം തൻ്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കുവാനായി വരുന്നതിന് മുമ്പ് ഭൂമിയിലുള്ള അവിശ്വാസികൾക്ക് ഉള്ള സമ്പൂർണമായ വിധികളുടെ നിരൂപങ്ങളാണ് ഈ 7 മുദ്രകൾ. വെളിപ്പാട് 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ ഈ വിധികളുടെ സമ്പൂർണത നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നാം ഓർക്കേണ്ട ഒരു പ്രധാന വിഷയം സഭ സ്വർഗത്തിലേക്ക് ചേർക്കപ്പെട്ടു കഴിഞ്ഞു എന്നതാണ്. ഇനിയും സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ആവശ്യമില്ല. അതുകൊണ്ട് അവർക്ക് ഭൂമിയിലെ മഹാപീഡനകാലം കടന്നു പോകേണ്ട ആവശ്യമില്ല. 5-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. 3. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. 4. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണാഴിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. 2-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ യോഹന്നാൻ കാണുന്നത് ഈ പുസ്തകം തുറക്കുവാനും അതിൻ്റെ മുദ്രകൾ പൊട്ടിക്കുവാനുമായി യോഗ്യനായ ആരുണ്ട് എന്ന ഉച്ചത്തിൽ പ്രഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയാണ്. ധാർമ്മികമായും നിയമപരവുമായി അവകാശമുള്ള യോഗ്യനായ ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ചോദ്യം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് സ്നാപ യോഹന്നാൻ പറയുന്നത് ഇതിൻ്റെ കൂടെ വായിക്കുന്നത് ഉചിതമാണ്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. സ്വർഗത്തിലുള്ള 24 മൂപ്പന്മാർക്കോ 4 ജീവികൾക്കോ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നവർക്കോ സാത്താൻ്റെ സൈന്യത്തിനോ ആ പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ ഉള്ള യോഗ്യത കാണാഴിക കൊണ്ട് വിശുദ്ധ യോഹന്നാൻ ഏറ്റവും കരയുന്നു. ഇൻ റെസ്പോൺസ് ടു വാട്ട് സീംസ് ടു ബി
എ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ, അപ്പോസ്റ്റൽ പോൾ ബിഗിൻസ് ടു വീപ്പ്. വെളിപ്പാട് പുസ്തകം 6 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ നാം പഠിപ്പാൻ പോകുന്ന ദൈവന്യായ വിധികൾ മുദ്ര പൊട്ടിച്ച് ചുരുൾ തുറന്ന് നടപ്പിലാക്കുവാനുള്ള ആഹ്വാനം സ്വീകരിക്കുവാൻ യോഗ്യനായ ഒരുവനെയും കാണാഞ്ഞതുപോലും വിശുദ്ധ യോഹന്നാൻ ഏറ്റവും കരഞ്ഞുവെന്ന് നാം ഈ 4-ാമത്തെ വാക്യത്തിൽ വായിക്കും. നമുക്ക് വെളിപ്പാട് 5-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ മൂപ്പന്മാരിലൊരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വെളിപ്പാട് 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ദൈവാരാധനയിൽ മുഴുകിയിരിക്കുന്ന സ്വർഗസിംഹാസനത്തിനു ചുറ്റും സിംഹാസനങ്ങളിൽ തലയിൽ കിരീടങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന 24 മൂപ്പന്മാരെക്കുറിച്ച് നാം പഠിച്ചുവല്ലോ. ഇതിൽ ഒരു മൂപ്പൻ യോഹന്നാനോട് കരയേണ്ട എന്ന് പറയുന്നു. പാപത്തിൽ നിന്നും വിജയം നേടിയ യേശുക്രിസ്തുവിന് ഈ ചുരുളിൻ്റെ 7 മുദ്രകൾ പൊട്ടിക്കുവാനും ചുരുൾ തുറക്കുവാനുമുള്ള ധാർമ്മികമായും നിയമപരമായുള്ള യോഗ്യതയുണ്ട് എന്ന വിശുദ്ധ യോഹന്നാനോട് പറയുന്നു. ഇവിടെ ഈ മൂപ്പൻ ക്രിസ്തുവിനെ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ എന്നാണ് പരിചയപ്പെടുത്തുന്നത് എന്ന് ശ്രദ്ധിക്കുക. ഉൽപ്പത്തി 49-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബ് തൻ്റെ മകനായ യഹൂദയെ അനുഗ്രഹിക്കുമ്പോൾ യഹൂദയെ ഒരു ബാലസിംഹം എന്ന് വിളിക്കുന്നു. 10-ാം വാക്യത്തിൽ രാജദണ്ണ് അവൻ്റെ കുലത്തിൽ നിന്നും നീങ്ങിപ്പോകയില്ല എന്ന് നാം വായിക്കുന്നു. യഹൂദ ഗോത്രത്തിൽ പിറക്കുവാൻ പോകുന്ന രാജാവായ യേശുക്രിസ്തുവിനെയാണ് ഈ പ്രവചനം ചൂണ്ടിക്കാണിക്കുന്നത്. യെശയ്യാവ് 9-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. അതുപോലെ ജെറമിയ 23:5 നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദാവീദിന് നീതിയുള്ളൊരു മുളയായവനെ ഉത്ഭവിപ്പിക്കുന്ന കാലം വരും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 31 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ഗബ്രിയേൽ ദൂതൻ കന്യമറിയത്തോട് പറയുന്നതും ഇതിൻ്റെ കൂടെ നമുക്ക് വായിക്കാം. കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും എന്ന് അറിയിക്കുന്നു. വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ കഴുതക്കുട്ടിയുടെ മേൽ ഒലിവുമലയിൽ നിന്നും ഇറങ്ങി വരുന്ന ക്രിസ്തുവിനെ പുരുഷാരം ദാവീദ് പുത്രനു ഹോശന്ന ഹോശന്ന എന്ന് പാടി സ്തുതിച്ചത് ഇതിൻ്റെ കൂടെ വായിക്കുന്നത് വളരെ ഉചിതമാണ്. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിലെ വേരുമായവൻ പുസ്തകം തുറക്കുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. അത് യേശുക്രിസ്തുവാണെന്ന് നമ്മൾ ഈ വാക്യങ്ങളിൽ വ്യക്തമായി മനസ്സിലാക്കി. ദൈവത്തിന് റെവലേഷൻ 5-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ദൈവസിംഹാസനത്തിന് നടുവിലും ചുറ്റിനുമായി കാണുന്ന 4 ജീവികളെക്കുറിച്ച് നാം 4-ാം അധ്യായം 6 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പഠിച്ചുവല്ലോ. ദൈവസിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും 24 മൂപ്പന്മാരുടെയും നടുവിൽ ഇതാ 7 കൊമ്പുകളും 7 കണ്ണുകളും ഉള്ള അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ഒരു കുഞ്ഞാടിനെ ഈ വാക്യത്തിൽ നാം കാണുന്നു. ആ 7 കൊമ്പുകൾ കുഞ്ഞാടിൻ്റെ ശക്തിയെയും 7 കണ്ണുകൾ ദൈവാത്മാവ് ലോകത്തിൽ ദാനം ചെയ്ത 7 ആത്മാക്കളെയും കാണിക്കുന്നു. അറക്കപ്പെട്ട എന്ന വാക്ക് ലോകത്തിൻ്റെ പാപം ചുമക്കാനായി ക്രിസ്തു അനുഭവിക്കേണ്ടി വന്ന കഷ്ടതയേറിയ കുരിശിൻ മരണത്തെ കാണിക്കുന്നു. പഴയ നിയമകാലത്ത് പാപപരിഹാരത്തിനായിട്ട് ആടുകളെ ബലി അർപ്പിച്ചിരുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ ഒരു നിഴൽ, ഷാഡോ മാത്രമായിരുന്നു. എബ്രായർ 9-ാം അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഒരിക്കലായിട്ടുള്ള കുരിശിലെ പരമയാഗം ഈ ലോകത്തിൻ്റെ പാപങ്ങൾ മായ്ക്കുവാൻ പര്യാപ്തമായിരുന്നു എന്ന് നാം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ
യോഹന്നാൻ സ്നാപകൻ യേശു വരുന്നത് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. സ്വർഗത്തിൽ കാണുന്ന 7 കൊമ്പും 7 കണ്ണുകളും ഉള്ള അറക്കപ്പെട്ടതുപോലെ കാണുന്ന ഈ കുഞ്ഞാട് ക്രിസ്തുവിൻ്റെ ശക്തിയും ബലവും ദൈവം അതിൽ കൂടി ലോകത്തിന് ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമായുള്ള വീക്ഷണവുമാണ്. പ്രൈസ് ദി ലോർഡ്. ജീസസ്, ഡേവിഡ്സ് റൈറ്റ്ഫുൾ ഡിസെൻഡൻറ്റ് ആൻഡ് heir to the throne of Israel, was legally entitled to open the scroll and launch the judgment it contained. Praise the Lord. സഭ അവനോടുകൂടിയാണ്. അവൻ ഇനിയും സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കേണ്ടവനല്ല. അവൻ ലോകത്തെ ഭരിക്കുന്നതിന് മുമ്പ് ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നു. നമുക്ക് 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കാം. അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നവൻ്റെ വലം കൈയിൽ നിന്ന് പുസ്തകം വാങ്ങി. ഇസ്രായേലിൻ്റെ രാജാവായ ക്രിസ്തു ഈ ലോകത്തെ ന്യായം വിധിക്കാൻ രണ്ടാമത് ഈ ലോകത്തിൽ വീണ്ടും വരും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ഇതാ ധാർമ്മികമായും നിയമപരമായും അധികാരമുള്ള രാജാവും രക്ഷിതാവുമായ ക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്ന തൻ്റെ പിതാവിൽ നിന്നും ആ 7 മുദ്രയുള്ള ലോകത്തിൻ്റെ വിധി വെളിപ്പെടുത്തുന്ന ആ ചുരുൾ വാങ്ങി. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പാകെ വീണു. കയ്യിൽ വീണയും ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് 24 മൂപ്പന്മാരും 4 ജീവികളും ഇതാ കുഞ്ഞാടിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. വലിയ വിരുന്ന് സമയത്തും ആഘോഷ സമയത്തും വീണകൾ വായിച്ചുകൊണ്ടുള്ള പാട്ടുകൾ പഴയ നിയമകാലത്തെ ഒരു രീതിയായിരുന്നു. ഇവിടെ ഇതാ പാട്ടുപാടിയുള്ള ആരാധനയുടെ കൂടെ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ധൂപവർഗം നിറഞ്ഞ പൊൻകലശകളുടെ രൂപത്തിൽ സ്വർഗം നിറഞ്ഞു നിൽക്കുന്നു. പഴയ നിയമകാലത്ത് പുരോഹിതന്മാർ ആരാധനാ ആലയങ്ങളിൽ ധൂപവർഗം കത്തിക്കുന്നത് പതിവായിരുന്നു. ദാവീദ് രാജാവിൻ്റെ 141-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ നമുക്ക് ഇത് വായിക്കാം. എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും തീരട്ടെ എന്നെഴുതിയിരിക്കുന്നു. എത്ര അനുയോജ്യമായ ദൈവാരാധനയാണ് നാം സ്വർഗത്തിൽ ദർശിക്കുന്നത്. 5-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിക്കാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ ന്യായവിധികൾ അടങ്ങിയ 7 മുദ്രയുള്ള ചുരുൾ പിതാവായ ദൈവത്തിൻ്റെ വലം കൈയിൽ നിന്നും വാങ്ങാൻ ആരുമില്ല എന്ന് വിലപിച്ച വിശുദ്ധ യോഹന്നാൻ ക്രിസ്തു അത് വാങ്ങിയപ്പോൾ സ്വർഗത്തിൽ വലിയ സന്തോഷവും കുഞ്ഞാടിനുള്ള ആരാധനയും നാം കാണുന്നു. ഇതാ ഒരു പുതിയ പാട്ട് അവർ പാടുന്നു. വീണ്ടെടുപ്പിൻ്റെ പുതിയ ഗാനം, ഒരു പ്രവചന ഗാനം, ഒരു സുവിശേഷ ഗാനം, വൺ മിഷനറി സോങ്. നമ്മെ വീണ്ടെടുത്ത ദൈവം, അറക്കപ്പെട്ട കുഞ്ഞാട് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തിരിക്കുന്നു. മുദ്ര പൊട്ടിക്കുവാനും പുസ്തകം വാങ്ങുവാനും യോഗ്യനായവൻ യേശുക്രിസ്തു മാത്രമാണ്. കാരണം കർത്താവ് വീര്യപ്രവൃത്തികളും അതിശയങ്ങളും മാത്രമല്ല ചെയ്തത്, തൻ്റെ രക്തം ലോകത്തിലുള്ള സകല ഗോത്രങ്ങൾക്കും ജാതികൾക്കും ഉള്ള പാപപരിഹാരത്തിനായി ക്രിസ്തു മറുവിലയായി നൽകി രക്ഷയുടെ വീണ്ടെടുപ്പ് സ്ഥാപിച്ചു. പ്രൈസ് ദ ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തോട് അനുബന്ധിച്ചിട്ട് ഉള്ളതാണ് എന്ന ശ്രദ്ധേയമായ ഒരു കാര്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് വായിക്കുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അതുപോലെ തന്നെ 1 പത്രോസ് 1-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിനും ഇതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. ഞാനത് വായിക്കുന്നു. 1 പീറ്റർ 1:19. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ
കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇവിടെ നമ്മുടെ വീണ്ടെടുപ്പ് ക്രിസ്തുവിൻ്റെ രക്തം മൂലമാകുന്നു എന്ന് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാജ്യത്തിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, ജാതിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ആളുകളെ നമുക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണാം. എത്ര ഭാഗ്യാവസ്ഥയാണ് ഇത്! പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകത്തിലെ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ചുരുൾ പുസ്തകത്തോട് അനുബന്ധിച്ചിട്ട് ഉള്ളതാണ് എന്ന ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമുക്ക് 5-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങളുടെ ദൈവത്തിന് അവരെ രാജാവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇവിടെ വളരെ സ്പഷ്ടമായിട്ട് സ്വർഗത്തിലെ പുതിയ പാട്ടിൻ്റെ വരികൾ നാം കാണുന്നു. വെളിപ്പാട് 3-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിൻ്റെ കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ഇത് സംഭവിക്കുന്നത് മഹാപീഡനകാലം അഥവാ ട്രിബുലേഷൻ കഴിഞ്ഞ് കർത്താവ് താൻ രാജാവായി തൻ്റെ രാജ്യത്വം സ്ഥാപിപ്പാൻ ഭൂമിയിൽ വീണ്ടും വരുമ്പോഴാണ്. ഇത് നമുക്ക് വെളിപ്പാട് 20-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കാം. തങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിച്ച് വീണ്ടെടുത്തവരെ കർത്താവ് തൻ്റെ കൂടെ ലോകരാജ്യങ്ങൾ ഭരിക്കുന്നതിന് ആയി നിയമിക്കുന്നു. ടുഗെദർ വിത്ത് ദിസ്, ലെറ്റ് us read 1 Peter 2:5-9, known as the priesthood of all believers. It states that all believers in Christ are priests. ദൈവത്തിൻ്റെ കൂടെ ഭരിക്കുന്നത് കൂടാതെ അവർക്ക് ദൈവവചനം പഠിപ്പാനും ഉപദേശിക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള നിയോഗങ്ങളും കൂടി ലഭിക്കുന്നുണ്ട്. അവർക്ക് പഴയ നിയമ ലേവ്യ പുരോഹിത വർഗത്തെ പോലെയുള്ള വിശേഷതയല്ല ഉള്ളത്. അവർ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 11-ാമത്തെ വാക്യം വായിക്കാം. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. ഇവരുടെ എണ്ണം 10,000 10,000-ഉം 1,000-1,000-ഉമായിരുന്നു. In Colossians 1:16 we read like this: സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങൾ ആകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യത്തിൽ ദൈവം സൃഷ്ടിച്ച എണ്ണിക്കൂടാത്ത മാലാഖമാരുടെ ശബ്ദം സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും കേട്ടതായി വിശുദ്ധ യോഹന്നാൻ എഴുതുന്നു. മാലാഖമാർക്ക് വീണ്ടെടുപ്പ് ആവശ്യമില്ല, എന്നാൽ അത് എന്തെന്നറിയുവാൻ അവരാഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് 1 പത്രോസ് 12-ാമത്തെ വാക്യത്തിൽ വായിക്കാം. അത് നമുക്ക് വായിക്കാം. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ മാലാഖമാരുടെ കൂട്ടം 2 കാര്യങ്ങളാണ് ആഘോഷമാക്കി തീർക്കുന്നത്. ഒന്നാമതായി 7 മുദ്രയുള്ള ചുരുൾ യേശു കർത്താവ് പിതാവിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്നു. രണ്ടാമതായി യേശു കർത്താവിൻ്റെ ഭൂമിയിലുള്ള രാജവാഴ്ച. അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാരും ജീവികളും തുടങ്ങിയ ആ പുതിയ പാട്ട് 9-ാം വാക്യത്തിൽ തുടങ്ങിയ ആ പുതിയ ഗീതം ഇതാ ഈ മാലാഹക്കൂട്ടം തുടർന്ന് പാടുന്നു. അറക്കപ്പെട്ട കുഞ്ഞാടായ യേശു കർത്താവ് ശക്തിയും ജ്ഞാനവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനാകുന്നു. ഈ ലോകത്തിൻ്റെ രാജാവായി വാഴുവാനും ഏറ്റവും യോഗ്യനാകുന്നു എന്ന് അവർ അത്യുച്ചത്തിൽ ഘോഷിച്ച പാട്ടുപാടുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 5:13 വായിക്കാം. സ്വർഗത്തിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ക്രിസ്തു തൻ്റെ രാജ്യത്വം ഭൂമിയിൽ സ്ഥാപിക്കുമ്പോൾ ഇതാ ദൈവപിതാവിനും
യേശു കർത്താവിനുള്ള ഏറ്റവും പരമമായ ആരാധന നാം ഇവിടെ കേൾക്കുന്നു. ദൈവസൃഷ്ടി മുഴുവൻ അവരുടെ ദൈവത്തിന് സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും കൊടുത്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. ഇത് നമുക്ക് എത്രമാത്രം ഉൾക്കൊള്ളുവാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയും അനുഭവമാകുന്നുവെന്നുള്ളതിന് ഒരു സംശയവുമില്ല. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 22 മുതൽ 23 വരെ ഇങ്ങനെ നാം വായിക്കുന്നു. സർവസൃഷ്ടിയും ഇതുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ വാക്യങ്ങൾക്ക് പൂർത്തീകരണം പ്രാപിക്കുന്ന സമയമാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 5-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കാം. 4 ജീവികളും ആമീൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. 24 മൂപ്പന്മാരും സ്വർഗമാലാഹന്മാരുടെ വൻകൂട്ടവും പുതിയ പാട്ടുപാടി പിതാവായ ദൈവത്തിനും യേശു കർത്താവിനും മഹത്വം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല സൃഷ്ടികളും പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ദൈവാരാധന നാം കാണുന്നു. ആ സമയത്ത് ആ 4 ജീവികൾ ആമീൻ എന്ന് പറയുമ്പോൾ 24 മൂപ്പന്മാർ കുമ്പിട്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നു. We can divide the new worship song of heaven into 3 stages. Number 1, the worship or the doxology sung by the church. The 24 elders are representing that. The second one is carried out by the host of angels. The third one is the worship of every creatures on the earth, heaven and the sea and under the earth, resounded and echoed by the whole creation. The heavenly anthem started by the church, carried out by the angels, continue with all creatures of heaven and earth, and ends with 4 living creatures saying Amen. What a beautiful sight. In this chapter, we see the sealed book of the deed of the earth passing with great solemnity from the hands of the Creator to the hands of the Redeemer. Praise the Lord. വെളിപ്പാട് പുസ്തകത്തിലെ 4ഉം 5ഉം ചാപ്റ്റേഴ്സ് വളരെ സാമ്യമുള്ളതാണ്. കാരണം സ്വർഗത്തിലെ കാഴ്ചകളാണ് നാം കാണുന്നത്. 5-ാം അധ്യായത്തിൽ നാം കാണുന്ന അറക്കപ്പെട്ടതുപോലെയുള്ള കുഞ്ഞാട് സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമായ സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു തൻ്റെ മണവാട്ടി സഭയെ ചേർത്ത് പിടിച്ച് അവർക്ക് പ്രതിഫലങ്ങൾ നൽകി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതിന് ശേഷമുള്ള കാഴ്ചകളാണ് നാം 4ഉം 5ഉം അധ്യായങ്ങളിൽ കാണുന്നത്. ത്രിയേക ദൈവം, 24 മൂപ്പന്മാർ, ദൈവത്തിൻ്റെ 7 ആത്മാക്കൾ, കണ്ണാടിക്കടൽ, 4 ജീവികൾ, സ്വർഗത്തിലെ ദൈവാരാധന, ഇതെല്ലാം നാം ഈ അധ്യായങ്ങളിൽ കാണുന്നു. സൃഷ്ടാവിനെ ആരാധിക്കുക എന്നതാണ് ദൈവസൃഷ്ടിയുടെ ഏറ്റവും വലിയ സന്തോഷം. ഈ ഭൂമിയെ സൃഷ്ടിച്ചവനും ഭൂമിയുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന് മാത്രമേ ഭൂമിയെ ന്യായം വിധിക്കുവാൻ അധികാരമുള്ളൂ. ദൈവസഭയുടെ ഭാഗമായ വിശ്വാസികൾ കുഞ്ഞാട് ന്യായവിധികൾ നടപ്പാക്കുന്നതിന് മുൻപേ ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുന്നു. ദിസ് വി ക്യാൻ റീഡ് ഇൻ 1 Thessalonians chapter 4, 13-18. ഇതാണ് റാപ്ചർ അഥവാ ഉത്പ്രാവണം. 1 Thessalonians 4-ാം അധ്യായം 16 മുതൽ 18 വരെ ഞാൻ വായിക്കുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. യേശുക്രിസ്തുവിൻ്റെ കുരിശിലെ യാഗത്തിലൂടെ സൗജന്യമായി നൽകപ്പെടുന്ന ഒരു ദാനമാണ് രക്ഷ, സാൽവേഷൻ. അത് സൽക്കർമ്മങ്ങൾ കൊണ്ടോ മതപരമായ ആചാരങ്ങൾ കൊണ്ടോ നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവായും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതിലൂടെ വിശ്വാസത്താൽ ഈ രക്ഷ നമുക്ക് ദാനമായി കിട്ടുന്നു.
കർത്താവിന് നമ്മുടെ ഹൃദയം കൊടുക്കുമ്പോൾ അങ്ങ് നമുക്ക് ഒരു പുതിയ ഹൃദയവും പുതിയ മനസ്സും വിശുദ്ധിയിൽ നടക്കാനുള്ള കൃപയും നൽകുന്നു. റോമൻസ് 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യേശുവിനെ കർത്താവ് എന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടുന്ന യേശു കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്ന് സ്വീകരിക്കുവാൻ ഒരു തീരുമാനം ചെയ്യുന്നവർ എൻ്റെ കൂടെ ഈ പ്രാർത്ഥന ഏറ്റുപറയാം. Dear Jesus, I know I am a sinner and I ask your forgiveness. I believe you died for me and rose again. Come to my heart. I accept you as my Lord and Savior. Amen. Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.